ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അല്പനേരം നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനങ്ങളും അതുപോലെ ദൈവദൂതുകളും ചിന്തകളുമൊക്കെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ ലോകം വല്ലാത്ത ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ആത്മീകനെ സംബന്ധിച്ച് എത്രയധികം ശ്രദ്ധിക്കുവാൻ പറ്റുമോ അത്രയധികം ശ്രദ്ധിക്കേണ്ട ചില സംഭവ വികാസങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. ആത്മീകനെ തെറ്റിച്ച് കളയുന്ന ഉപദേശങ്ങളും ആത്മീകന് എതിരെ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളും, അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നസങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലാണ് നാം ദൈവജനം കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ആത്മീക കൃപാവരങ്ങളിലെ ഒരു കൃപാവരമായ വിവേചനം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്പനേരം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നാം ഭക്ഷിക്കുന്ന അരിയിലെ കല്ലും നെല്ലും വേർതിരിക്കുന്നത് പോലെ, കതിരും പതിരും വേർതിരിക്കുന്നത് പോലെ, നല്ലതും തീയതുമായ അനേക കാര്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അതിൽ നല്ലതിനെ മുറുകെ പിടിക്കുന്നത് പോലെ, തിന്മയെ ഉപേക്ഷിക്കുന്നത് പോലെ നാം സകലത്തെ വിവേചിക്കേണ്ടതാകുന്നു. അതിനാധാരമായി നമുക്ക് വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെ വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ 15-ാം വാക്യത്തിലെ അവസാനത്തെ സെന്റൻസ്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വിവേചനം എന്ന വിഷയമായി ചിന്തിക്കുമ്പോൾ ചില അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു. സഭാ മിനിസ്ട്രിയുടെ പ്രാരംഭ കാലയളവിൽ ഒരു പ്രവർത്തനവുമായി മുൻപോട്ട് പോകുമ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളമായി അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഒരു ആരാധനയിൽ ഒരു ദൈവദാസനും ദൈവദാസിയും സംബന്ധിച്ചു. വലിയ സന്തോഷം. ഒരു ചെറിയ പ്രവർത്തനമാണ് ആ സമയം. അങ്ങനെ ഒരു ഞായറാഴ്ചയിൽ ഒരു ദൈവദാസനും ദൈവദാസിയും ആരാധനയിൽ സംബന്ധിക്കുന്നു. നല്ല വൈറ്റ് ഷർട്ട്, കറുപ്പ് പാൻറ്, മീശെല്ലാം വടിച്ചു, പക്ക ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം അവിടെ മുമ്പിലേക്ക് ഞാൻ ക്ഷണിച്ചു. അവിടെ ഇരുന്നു. പ്രസംഗത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സമയം കൊടുത്തു 1 മണിക്കൂർ പ്രസംഗിക്കുവാൻ. നല്ല തികവുള്ള, മികവുള്ള, ശ്രേഷ്ഠകരമേറിയ ദൈവാലോചനകളും ദൈവത്തിന്റെ വചനങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. സന്തോഷം. എനിക്കും വലിയ സന്തോഷമായി, വിശ്വാസികൾക്കും സന്തോഷമായി. അങ്ങനെ സഭായോഗം കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. അദ്ദേഹവും ഭാര്യയും അവിടുന്ന് പുറപ്പെട്ടു. പിറ്റത്തെ ആഴ്ചയും ഞാൻ പറയാതെ തന്നെ അദ്ദേഹം കടന്നു വന്നു. അതും എനിക്ക് സന്തോഷമായി. പക്ഷേ എവിടെയോ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഒരു സ്പാർക്ക് എനിക്ക് തന്നു. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ചില വിഷയങ്ങൾ വെളിപ്പെടുത്തി. വലിയ വലിയ കാര്യങ്ങൾ വെച്ചാൽ ചില വിഷയങ്ങൾ വെളിപ്പെടുത്തി. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വരവിൽ. അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. ഉടനെ ഞാൻ ആ മനുഷ്യന് ഫോൺ ചെയ്തു, ആ ദൈവദാസന് ഫോൺ ചെയ്തു. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു.
ഉടനെ ആ കർത്താവിൻ്റെ ദാസൻ സഭയിലെ ഒരു വിശ്വാസിയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ എന്നോട് പറഞ്ഞു അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സഭയിലെ സഹോദരന്മാർ എന്നെ വിളിച്ചു, നിങ്ങളും ദൈവദാസനല്ലേ, നിങ്ങളും കർത്താവിൻ്റെ വേല ചെയ്യുന്നവനല്ലേ, എന്തിനാണ് ആ ദൈവദാസനെ വിലക്കിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ദൈവദാസനെ വിലക്കിയത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരണ്ട എന്ന്. കാരണം ദൈവം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് സഹോദരന്മാർ പറഞ്ഞത്, പാസ്റ്റർക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പാസ്റ്റർക്ക് അസൂയയുണ്ട്, അതുകൊണ്ടാണ്. ആ ദൈവദാസന് കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇടയ്ക്കൊക്കെ സഭയിലെ സഹോദരന്മാർക്ക് ആ വാഹനം ഓടിക്കാൻ കൊടുക്കും. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ സഹോദരന്മാർ എന്നോട് ഇടഞ്ഞു. ആ സഹോദരന്മാരെയും കൊണ്ട് ആ ദൈവദാസൻ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ അവർ സഭയിൽ വരില്ല, സഹോദരന്മാരും വരില്ല. പറഞ്ഞാൽ സഭയിലെ വിശ്വാസികളെ കൊണ്ടുപോയി. ചിലപ്പോഴൊക്കെ ഞാൻ റോഡിൽ വെച്ച് കാണാറുണ്ട്, ആ ദൈവദാസന്റെ കാറിൽ സഹോദരന്മാർ സന്തോഷിച്ച് ഓടിച്ചു പോകുന്നത്. എനിക്കതിൽ സങ്കടമില്ല, സന്തോഷമില്ല. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ദൈവദാസനും കൂടെ ആ ഭവനം ഒന്ന് സന്ദർശിക്കുവാൻ പോയി. ആ സഹോദരൻ്റെ, ദൈവദാസന്റെ അല്ല, ഞങ്ങളുടെ സഭയിൽ വന്ന സഹോദരന്റെ ഭവനം ഒന്ന് സന്ദർശിക്കുവാൻ പോയി. പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരെയും പേര് പറയുന്നില്ല. ഈ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ എന്താണ് വിവേചനം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുവാനുള്ള ചില കാര്യങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ ആ സഹോദരന്റെ അമ്മ ഒരു വെട്ടുകത്തിയും ഒരു കയറും എടുത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അവനെ കണ്ടാൽ കൊല്ലും, കൊന്നിട്ട് ഞാനും മകനും ആത്മഹത്യ ചെയ്യും. എന്താണ് കാര്യം? എനിക്ക് പിടുത്തം കിട്ടി. എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ചോദിച്ചു. ആ മാതാവ് എല്ലാം പച്ചവെള്ളം പോലെ തുറന്നു പറഞ്ഞു. അവൻ ഞങ്ങളെ ചതിച്ചു, വീടിൻ്റെ ആധാരം വെപ്പിച്ചു, ലോൺ എടുപ്പിച്ചു, വണ്ടിയുടെ പേപ്പർ വെപ്പിച്ചു, ലോൺ എടുത്തു, ഒത്തിരി കടത്തിലായി. ഞങ്ങളിപ്പോൾ അയാളെ തിരക്കിയിട്ട് കാണുന്നില്ല. അയാൾ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരാണ് പറയുന്നത്, ഇയാൾ പക്ക ഫ്രോഡാണെന്ന്. അവിടെ തുടങ്ങി ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ. ഇന്നും പ്രശ്നങ്ങളൊന്നും കരകയറിയിട്ടില്ല കുടുംബം. ഞാൻ പറയുന്നത്, നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ വചനവായന, നിരന്തരമായുള്ള പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. നിനക്കെതിരെ വരുന്ന ഖണികളോ നിനക്കെതിരെ വരുന്ന ചതിവോ മറ്റ് ആരും പറഞ്ഞില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുന്ന സർവശക്തൻ ഒരു വ്യക്തിയെപ്പോലെ നിന്നോട് സംസാരിക്കും. മകനെ, ഇതാണ് തെറ്റ്, ഇതാണ് ശരി, ഇതനുസരിക്കുക, ഇത് ചെയ്യുക എന്ന്. എന്നെ കേൾക്കുന്ന ചില ഹൃദയങ്ങളോട് ഒരു തീരുമാനമെടുക്കുവാൻ നീ ഭാരപ്പെടുന്നുണ്ടോ? ആമേൻ. ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിരാശപ്പെടുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്ന് പരിശുദ്ധാത്മാവുമായി സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. മകനെ, ഇതാണ് നീ പോകേണ്ട വഴി, ഇതാണ് നീ തിരഞ്ഞെടുക്കേണ്ട വഴി. വിവാഹമാകാം, ജോലിയാകാം, ശുശ്രൂഷയാകാം, ഏത് സാഹചര്യമാണെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിലെ നന്മയും തിന്മയും പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. അത് ഫോളോ ചെയ്യുക. ആമേൻ. ഇനി വേദഭാഗത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ വചനം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ചില സംഭവങ്ങളുണ്ട്. ആ കാലത്ത് യൊരോബെയാമിന്റെ മകനായ അബിയാവ് ദിനം പിടിച്ചു കിടപ്പിലായി. യൊരോബെയാം തന്റെ ഭാര്യയോട്, നീ യൊരോബെയാമിന്റെ ഭാര്യയെന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം. ഈ ജനത്തിന് ഞാൻ രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. ഈ ജനത്തിന് രാജാവാകും എന്ന് എന്നോട് പ്രവചിച്ച പ്രവാചകൻ ശീലോവിലുണ്ട്. തൻ്റെ പേര് അഹിയ പ്രവാചകൻ എന്നാണ്. അഹിയ പ്രവാചകനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പറയട്ടെ.
വളരെ പ്രായം ചെന്ന വയസ്സുള്ള ഒരു മനുഷ്യനാണ് അഹിയ പ്രവാചകൻ. രണ്ടാമത്തത്, തനിക്ക് കണ്ണ് മങ്ങിയിരിക്കുന്നു, കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ് അഹിയ പ്രവാചകൻ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയോ, ശക്തമേറിയ കൃപയുണ്ട് അഹിയ പ്രവാചകന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ രാജാക്കന്മാർ നിന്നെ തേടി വരും, ദേശത്തിലെ പ്രഭുക്കന്മാർ നിന്നെ തേടി വരും, മന്ത്രിമാർ നിന്നെ തേടി വരും, ഉന്നതന്മാർ നിന്നെ തേടി വരും. ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ. അഹിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനാണ് അഹിയ പ്രവാചകൻ. തൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ അധികാരമുണ്ട്. ആമേൻ. അപ്പോൾ അഹിയ പ്രവാചകനെ കുറിച്ച് പറയുകയാണ് രാജാവ് യൊരോബെയാം, ഈ ജനത്തിന് രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകന്റെ അടുത്ത് നീ വേഷം മാറി ചെല്ലണമെന്ന് ആമേൻ തലേ ദിവസം ആമേൻ രാജാവ് തൻ്റെ ഭാര്യയോട് പറയുകയാണ്. എന്നാൽ അത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അഹിയ പ്രവാചകനോട് ആ രാത്രിയിൽ ദൈവം സംസാരിച്ചു കഴിഞ്ഞു, ഇന്നിന്ന പ്രകാരം സംഭവിക്കുവാൻ പോകുന്നു. അങ്ങനെ വേഷം മാറിക്കൊണ്ട് യൊരോബെയാമിന്റെ ഭാര്യ അഹിയാവിന്റെ ഭവനത്തിലേക്ക് വരുന്നു. അവൾ അകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് അഹിയ പ്രവാചകൻ പറയുന്ന ഒരു പദമുണ്ട്, ഒരു വാക്കുണ്ട്. ഇങ്ങനെ നോക്കുക. ആമേൻ. അവൾ വാതിക്കൽ കടക്കുമ്പോൾ അവളുടെ കാലച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞത് എന്തെന്നാൽ, നോക്കുക, കാല് ഒച്ച കേട്ടപ്പോൾ അഹിയാവിന്റെ ഉള്ളത്തിൽ അത് വിവേചിക്കുവാൻ തുടങ്ങി. ആരാകുന്നു അത്? പ്രിയ ദൈവ പൈതലേ, ഏത് വിഷയത്തിന്റെ മുൻപിലും നാം അത് വിവേചിക്കുവാൻ തയ്യാറാകണം. ശുശ്രൂഷയാകട്ടെ, വിവാഹമാകട്ടെ, മിനിസ്ട്രി ആകട്ടെ, ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ആത്മീകൻ സകലത്തെയും വിവേചിക്കണം. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീകൻ സകലത്തെയും വിവേചിക്കണം. എത്ര വലിയ നന്മയുമായ ആളുകൾ വരട്ടെ, എത്ര സന്തോഷമായ കാര്യവുമായ ആളുകൾ വരട്ടെ, അത് ദൈവഹിതമാണോ, ദൈവ പദ്ധതിയാണോ, ദൈവത്തിന് ഇഷ്ടമാണോ, അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ എന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ നമ്മെ ചതിക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും സാധ്യമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ അഹിയാവ് പറഞ്ഞ ഒരു വാക്കിതാണ്, അവളെ കാലൊച്ച കേട്ടപ്പോൾ അഹിയാവ് ഇങ്ങനെ പറയുകയാണ്, അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞത് എന്തെന്നാൽ, യൊരോബെയാമിന്റെ ഭാര്യയെ അകത്ത് വരിക, നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? അന്യസ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? ഇന്ന് ഒത്തിരി പ്രവാചകന്മാരുണ്ട്, കുറ്റം പറയുകയല്ല. ഈ വചനം കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രവചിക്കുന്നത്? എന്താണ് നമ്മൾ പറയുന്നത്? ആമേൻ. ഹല്ലേലൂയ. നിന്നെ കണ്ടാൽ ഭയം തോന്നണം, നിന്റെ വാക്ക് കേട്ടാൽ ഭയം തോന്നണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അഹിയാവിൻ്റെ മുൻപിൽ യൊരോബെയാമിന്റെ ഭാര്യ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു അന്യ സ്ത്രീയുടെ ഭാവം നടിക്കുന്നത് എന്തിന്? എല്ലാ പ്രച്ഛന്നവേഷവും വെളിപ്പെടുത്തി കൊടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അഹിയ പ്രവാചകൻ ആ വിഷയത്തെ വിവേചിച്ച് മനസ്സിലാക്കി അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. നീ അന്യ സ്ത്രീയുടെ ഭാവം നടിക്കുന്നത് എന്തിന്? ഈ നാളുകളിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഏത് വിഷയത്തെയും വിവേചിക്കുവാൻ തയ്യാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു വചനമാകുന്നു, ഞാൻ എടുക്കാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നുകൂടെ പറയട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴേക്ക് നമ്മൾ പഠിച്ചു വരുമ്പോൾ 27 വരെ പഠിച്ചു വരുമ്പോൾ അവിടെ ഒരു വലിയ സംഭവം ഇവിടെ കാണാൻ കഴിയും. ഏലീശ പ്രവാചകന്റെ മിനിസ്ട്രിയിൽ നയമാൻ എന്ന രാജാവ് സൗഖ്യം പ്രാപിക്കുന്ന ഒരു സംഭവം, ഒരു അതിശയം, ഒരു മിറക്കിൾ. എന്നാൽ ഏലീശയുടെ കൂടെ ഗഹസി എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. നയമാൻ കുഷ്ഠരോഗം സൗഖ്യമാകുന്നു. കുഷ്ഠരോഗം സൗഖ്യമായപ്പോൾ
നയമാൻ ഒത്തിരി സമ്മാനങ്ങളുമായി, ഒത്തിരി ഗിഫ്റ്റുകളുമായി, സ്വർണങ്ങളും ഒത്തിരിയേറെ വസ്തുക്കളുമായി എലീശയെ കാണുവാൻ വരുന്നു. എലീശ പറയുന്നു നയമാനോട്, ഇതൊക്കെയും എനിക്കുണ്ട് എന്ന് പറയുകയാണ്. അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നയമാൻ അതും കൊണ്ട് താൻ രഥം കയറി തൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുമ്പോൾ ഗേഹസിയുടെ ഉള്ളത്തിൽ ഒരു ചെറിയ ആഗ്രഹം കയറി. യജമാനായിരിക്കുന്ന തൻ്റെ ഗുരുവായിരിക്കുന്ന എലീശയ്ക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നയമാന്റെ രഥത്തിന് നേരെ ഗേഹസി ഓടുകയാണ്. അങ്ങനെ ഓടിച്ചെന്നു നയമാനെ കണ്ടു. ആ സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഗേഹസി തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒന്നും അറിയാത്തതുപോലെ ഗേഹസി തൻ്റെ ഗുരുവായിരിക്കുന്ന എലീശയുടെ മുമ്പിലേക്ക് വരികയാണ്. ആ ഭാഗം നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 5-ന്റെ 25-ാമത്തെ വാക്യം. 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുൻപിൽ നിന്നു. എന്നാറ് എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. 26-ാമത്തെ വാക്യം. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഗേഹസി നയമാനുമായിട്ടുള്ള ആ ഒരു കണക്റ്റിങ്ങിലേക്ക് വരുന്ന സമയം തന്നെ ദൈവം എലീശയ്ക്ക് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒന്നും അറിയാത്തവനെ പോലെ ഗേഹസി എലീശയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എലീശ ചോദിക്കുന്നു, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന്. തന്നെ വിവേചിക്കുകയാണ്. എവിടെയും പോയിരുന്നില്ല എന്ന് ഗേഹസി പറയുമ്പോൾ എലീശ എടുത്തു പറയുന്നു ഇങ്ങനെയാണ്, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? എൻ്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ? ഹൃദയത്തിൽ, മറ്റൊരു ഹൃദയത്തിൽ സംഭവിക്കുന്ന രഹസ്യങ്ങളാകട്ടെ എന്തുമാകട്ടെ, അത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് അത് വരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയം ആ ഹൃദയത്തെ കീഴടക്കും. ആ ഹൃദയത്തിനകത്തുള്ള നിഗൂഢതകളെ പ്രാർത്ഥിക്കുന്നൊരു ഹൃദയം അവിടെ ചെന്ന് അത് കീഴടക്കും, അത് മനസ്സിലാക്കും. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ, നീ അത് ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ എന്ന് പറയുന്നത്. ആമേൻ. വിവേചിക്കപ്പെടട്ടെ. എത്ര രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്താലും അതെല്ലാം വിവേചിക്കുവാൻ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് സാധ്യമാകും. ആമേൻ. അതുകൊണ്ട് എലീശ ഗേഹസിയെ വിവേചിച്ച് മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത് 27-ാമത്തെ വാക്യം. ഇതാകുന്നുവോ സമയം, ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. നോക്കുക, നയമാന്റെ കുഷ്ഠം ആമേൻ ഗേഹസിയിലേക്ക് വരികയാണ്. ആമേൻ. വഞ്ചിക്കുവാനും കള്ളം പറയുവാനും നുണ പറയുവാനും ഒക്കെ ഗേഹസി എലീശയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുള്ള എലീശ അത് വിവേചിച്ച് പറയുന്നു. ഇനി അടുത്ത ഭാഗം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴേക്കുള്ള വചനങ്ങളാണ് ഞാൻ വായിക്കുന്നു. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച ശേഷം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇനിയാണ് 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. വിവേചനം എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? എലീശ ഗേഹസിയോട് ചോദിച്ച അതേപോലെ തന്നെ ദൈവാത്മാവിൽ ചോദിക്കുകയാണ് പത്രോസ്. ഒരു സഭയുടെ പാസ്റ്ററാണ് പത്രോസ്. സഭയിലെ വിശ്വാസികളാണ് അനന്യാസ് സഫീരയും.
ദൈവത്തിന് സ്തോത്രം. എത്ര 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 ശുഷ്കാന്തിയുള്ള, എത്ര മൂർച്ചയുള്ള, എത്ര പവറുള്ള ഒരു മിനിസ്ട്രിയാണ് പത്രോസ് ചെയ്യുന്നത്. നോക്കുക, ആത്മാവ് പത്രോസിനോട് പറയുകയാണ്, ഇങ്ങനെ വിവേചിക്കുകയാണ്. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് ചോദിക്കുകയാണ്. എന്ത് എന്ന ചോദ്യം. തെറ്റുകൾ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് അത് പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവര് ആ സഭയിൽ കിടക്കുമ്പോൾ തന്നെ ദൈവാത്മാവിനാൽ പത്രോസ് അവരെ വിവേചിക്കുകയാണ്. അനന്യാസെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചത് എന്തിനെന്ന് ചോദിക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ പിന്നീട് തൻ്റെ ഭാര്യയും വരുന്നു. ഇവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, 4-ാമത്തെ വാക്യം, അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നില്ലയോ, വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല കൊണ്ട് പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി. എത്രമാത്രം ഒരു വലിയ ദൈവസാന്നിധ്യമാണ് അവിടെ കാണുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ്. 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് ആമേൻ ഇന്ന് നമുക്കിടയിലും ഈ 21-ാം നൂറ്റാണ്ടിലും വ്യാപരിക്കുന്നത്. പക്ഷേ ചിലതെല്ലാം വെളിപ്പെടുത്തിയിട്ടും വെളിപ്പെടുത്താതെ മറച്ചു വെക്കുന്ന ചില വസ്തുതകൾ നമുക്കുണ്ട്. ഇന്ന് പകൽ ആമേൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവാഭിഷേകം എന്തൊക്കെ ചെയ്തു വന്ന വ്യക്തികളെയും അത് വിളിച്ചു പറഞ്ഞ് ഭയത്തിൻ്റെ ആത്മീക നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. തെറ്റ് ചെയ്തവനോടും അനുഗ്രഹത്തിന് ദൂത് പറയുന്ന ഒരു കാലഘട്ടമാണ്. വ്യഭിചരിക്കുന്നവനോട് ദൂത് പറയുന്ന ഒരു കാലഘട്ടമാണ്. ആമേൻ പലവിധമാകുന്ന മോഷണങ്ങളും വ്യഭിചാരവും കുറ്റകൃത്യവും ചെയ്തവരോടും അനുഗ്രഹത്തിന് ദൂത് പറഞ്ഞ് വഞ്ചിക്കപ്പെടുന്ന ഒരു പ്രവാചക ലോകമാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മടങ്ങി വരട്ടെ എന്ന് പരിശുദ്ധാത്മ ഈ സമയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പത്രോസ് പറയുന്നു, നീ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു. ആമേൻ. അവിടെ വിവേചിക്കപ്പെടുകയാണ്. എന്നാൽ കണ്ട കാഴ്ച എങ്ങനെയാണ്? ആ അനന്യാസ് പ്രാണനെ വിട്ടു, അവിടെ മരണപ്പെടുകയാണ്. ഭാര്യക്കാർ എഴുന്നേറ്റ് അവനെ ശീലയിൽ പൊതിഞ്ഞും പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. പല വഞ്ചനകളുമാണ് പല മരണത്തിനും കാരണം. പല രഹസ്യമായ വഞ്ചനയുമാണ് പല മരണത്തിനും കാരണം. നോക്കുക, എത്രയെത്ര മരണങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചില സഭയിൽ ചില മരണങ്ങൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും അറിയാത്തതുപോലെ അനന്യാസിന്റെ ഭാര്യ വരുന്നു. 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞ്. അതെ, ഇത്രയ്ക്കെന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ട് ഇവിടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ടു പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇന്ന് സഭയിൽ ഭയമില്ല, എല്ലാം തമാശ രൂപേണയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ പ്രസംഗം തമാശ രൂപത്തിലാണ്. ഇന്നത്തെ പ്രവചന ധൂതുകൾ തമാശ രൂപത്തിലാണ്. ഇന്നത്തെ ദൈവിക സന്ദേശമെല്ലാം തമാശ രൂപത്തിലാണ് നാം നടക്കുന്നത്. ഒരു നാടകം കാണുന്നത് പോലെ അല്ലേ, ഒരു തമാശ രൂപത്തിലുള്ള വാക്കുകളും ആളുകളെ ത്രസിപ്പിക്കുന്ന, ആളുകളെ ചിരിപ്പിക്കുന്ന, ആളുകളെ മയക്കുന്ന രീതിയിലുള്ള തമാശ രൂപത്തിലുള്ള മെസ്സേജുകളും ദൂതുകളും ഒക്കെയാണ് ഇന്ന് ആമേൻ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ദൈവസഭകൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മടങ്ങി വരട്ടെ. തികച്ചും മഹാഭയമുള്ള ഒരു ശുശ്രൂഷയിലേക്ക്, ദൈവഭയമുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അനന്യാസിനെയും സഫീരയും പത്രോസ് വിവേചിച്ച് മനസ്സിലാക്കുന്നു. അടുത്തൊരു വേദഭാഗം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 16 മുതൽ താഴേക്കുള്ള വാക്യമാണ് വായിക്കുന്നത്. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലെ
ഏറ്റവും പ്രതിപാദിക്കപ്പെട്ട വിഷയം അവിടെ പറയുന്നത് ശമരിയ സ്ത്രീയെ കുറിച്ചല്ലേ? സ്തോത്രം. വെള്ളം കോരുവാൻ വന്ന ശമരിയ സ്ത്രീയും യേശുവുമായുള്ള സംഭാഷണങ്ങളും രക്ഷയുടെ ദൂതുമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവളെ വിവേചിക്കുകയാണ്. എങ്ങനെയാണ് അവളെ വിവേചിച്ചത്? യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. എത്ര വലിയ കാര്യമാണ് അവൾ സംഭാഷിച്ചത്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നത്തെ യേശു വിവേചിച്ച് മനസ്സിലാക്കുകയാണ്. അവളുടെ ഹൃദയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ രഹസ്യത്തെ യേശു വിവേചിച്ച് മനസ്സിലാക്കി. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് മുമ്പിൽ വരുന്ന എത്ര വലിയ വ്യക്തിയായിക്കൊള്ളട്ടെ, അവരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ വിവേചനമെന്ന വരം നമുക്ക് ആവശ്യമാക്കുന്നു. ആമേൻ. അടുത്തൊരു ഭാഗം നാം ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. പല നാളായിട്ട് ഈ വെളിച്ചപ്പാടത്തി പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു വരികയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പല ആവർത്തി ഇങ്ങനെ പറയുകയാണ്. 1 വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു. പല ആവർത്തിയായപ്പോൾ പൗലോസ് ആ പെൺകുട്ടിയെ വിവേചിക്കുകയാണ്. വിവേചിച്ചപ്പോൾ മനസ്സിലായി ഇത് നല്ലതല്ല. ഇതിന്റെ ഉറവിടം എവിടെയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് മുഷിഞ്ഞു. അവിടെയുള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ ഭൂതം അവളെ വിട്ടുപോയി. ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. ആ പെൺകുട്ടിയും രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നു. അഹിയ പ്രവാചകൻ യൊരോബയാമിന്റെ ഭാര്യയെ വിവേചിച്ച് മനസ്സിലാക്കി. തെറ്റ് ചെയ്ത ഗേഹസിയെ എലീശ വിവേചിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ നാം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലെ അനന്യാസിനെയും സഫീരയെയും പത്രോസ് വിവേചിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയെ യേശുക്രിസ്തു അവളുള്ള രഹസ്യത്തെ വിവേചിച്ച് മനസ്സിലാക്കി. അവസാനം കണ്ടു അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന പെൺകുട്ടിയെ പൗലോസ് വിവേചിച്ച് മനസ്സിലാക്കി അവളുടെ ബോധത്തെ ശാസിച്ചു. ഈ സമയം നാം വിവേചനമെന്ന വരം പ്രാപിക്കട്ടെ. അതിന് നിരന്തരമായ ദൈവത്തിന്റെ വചന വായനയും അതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായുള്ള പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും നമുക്ക് ആവശ്യമാകുന്നു. ആമേൻ. ഈ വചനം കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.